സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ ഉസ്താദ് പഠിപ്പിക്കുന്ന വകയിലെ ഇത്ര റുപ്യ വരിസംഖ്യ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് പല രക്ഷിതാക്കളുടെയും മുഖം കാണാൻ കഴിയൂല. അതേ സമയത്ത് അതേ രക്ഷിതാവ് ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ഫീസ് അടക്കാൻ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ അടക്കും. ഇനിയൊരു രോഗം വന്നിട്ട് ആശുപത്രിയിലെത്തി ലക്ഷങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു മടിയില്ലാതെ കൊടുക്കും. മദ്രസയിലെ ഉസ്താദിന് വരിസംഖ്യ കമ്മിറ്റിക്കാർ ചോദിച്ചാൽ വല്ലാത്ത ബേജാറ് തന്നെ. അങ്ങനത്തെ കുറേ ലുബ്ധന്മാരില്ലേ? ഇതുപോലെ സുബ്ഹാനല്ലാഹ് 1000 വേദ് കേട്ടാലും 5 പൈസ കയ്യിൽ നിന്ന് ഇളകാത്ത മനുഷ്യന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്, കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോക്കുക, മറ്റോനെത്രയാ കൊടുക്കുന്നത്, അതിനെക്കാളും കൂടുതൽ കൊടുത്ത് സ്വർഗം വാങ്ങാനല്ല, അതിനെക്കാളും കുറക്കാനാണ്. ഇങ്ങനത്തെ ലുബ്ധന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്, ബിൽഡിങ് കുറേ ഉണ്ട്, ഒരു റൂമെങ്കിലും ഒരു സദഖ ജാരിയ എന്ന നിലക്ക് ഒരു റൂമെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുത്ത് എനിക്ക് ഖബറിൽ ഫലം ചെയ്യട്ടെ, പടച്ചവൻ്റെ അടുക്കലൊരു സമ്പാദ്യമാകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം എത്ര ബിൽഡിംഗ് ഉണ്ടാക്കിയാലും മതിയാകുന്നില്ല, കൊടുക്കാനോ മനസ്സ് വരുന്നില്ല. അങ്ങനെ എത്ര ആളുകളുണ്ട്. നല്ല പരിഗണന നൽകണം. നമ്മൾ ബഖീലന്മാരാകാൻ പാടില്ല. അല്ലദീന യബ്ഖലൂന, അതേ അള്ളാഹു പറയാണ്, ബുഖ്ല് കാണിക്കുന്ന കക്ഷികൾ ചിലര് സ്വന്തം ബഖീലായത് മാത്രമല്ല, സ്വന്തത്തിൽ കൊടുക്കൂല എന്ന് മാത്രമല്ല, പിന്നെ അടുത്തുള്ള ആളോട് പറയും അത്ര കൊടുക്കണോ, ഇനി അത്ര കൊടുത്താൽ ഞാനും കൊടുക്കേണ്ടി വരില്ലേ. ഇങ്ങനെ ചിലരുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിന വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ദിന വരുമാനം, ഒരു ദിനത്തിൽ വരുമാനം എത്രയാന്ന് പെടുത്തില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. എന്നാലൊരു കണക്ക് വെച്ചിട്ടെങ്കിലും കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൊടുക്കാൻ പറയുമ്പോൾ അല്ല ഇപ്പം കഴിഞ്ഞ മാസമല്ലേ SOS സമ്മേളനത്തിന് 100 കൊടുത്ത് അല്ല 200 കൊടുത്തതും ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതിൻ്റെ ശേഷം നീ ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇനി അഥവാ അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ അവനെ ചിന്തിപ്പിക്കുന്നവരുണ്ട് എന്നാ ഖുർആൻ പറഞ്ഞത്. വയമുറൂന നാസ ബിൽ ബുഖൽ, ലുബ്ധത കൊണ്ട് മനുഷ്യന്മാരോട് കൽപ്പിക്കുന്നവർ, ലുബ്ധത കൊണ്ട് കൽപ്പിക്കുന്നവർ, കൊടുക്കുന്നത് ഇല്ലാതെയാക്കുന്നവർ. അല്ലാഹ് പറയാണ് വമൻ യതവല്ല, വല്ലവനും അല്ലാഹുവിലേക്ക് അടുക്കാതെ, അല്ലാഹുവിൽ വിശ്വസിക്കാതെ, അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് നീങ്ങാതെ ഒരാൾ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്, നിശ്ചയം അല്ലാഹു തആല ഐശ്വര്യമുള്ളവനാണ്. അല്ലാഹുവിന് നിങ്ങളെ സംഭാവന ആവശ്യമില്ല. പടച്ചവന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗം ആവശ്യമില്ല, പ്രവർത്തനം ആവശ്യമില്ല. നമ്മളെ ഒരു കാര്യവും അല്ലാഹുവിന് ആവശ്യമില്ല. പടച്ച റബ്ബേ, നീ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചവരാണ് ഞങ്ങൾ. നിനക്ക് ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അടിമകളായ ഞങ്ങൾക്ക് യജമാനനായ നിന്നിലേക്ക് ആവശ്യമുണ്ട്. നിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, നിന്റെ മഗ്ഫിറത്ത് ആവശ്യമുണ്ട്, നിന്റെ റഹ്മത്ത് ആവശ്യമുണ്ട്, നിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, നിന്റെ ഫളിൽ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് നിന്നിലേക്ക് ഏത് സമയത്തും ഏത് സെക്കൻഡിലും ആവശ്യമുണ്ട്. നിനക്ക് ഞങ്ങൾ ആവശ്യമില്ല എന്നത് ഉറച്ചു വിശ്വസിച്ചവരാണ് ഞങ്ങൾ. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം തരണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് തട്ടിത്തിരിക്കണേ അല്ലാഹ്. ഹലാൽ കൊണ്ട് തൃപ്തിപ്പെടുത്തണേ അല്ലാഹ്. നല്ല കാര്യത്തിന് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബ് പറയുന്നു ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു തആല ഒരാളിലേക്കും ആവശ്യമില്ലാത്തവരാണ്. നിന്റെ പ്രസംഗമോ, നിന്റെ സംഘടനാ പ്രവർത്തനമോ, നിന്റെ സ്ഥാപനത്തിന്റെ പ്രവർത്തനമോ, നിന്റെ സംഭാവനയോ, നിന്റെ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല. ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ. അല്ലാഹ് പറയുന്നു അൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എപ്പോഴും സ്തുതിക്കപ്പെടുന്നവനാണ്. അതേ,
പടച്ച റബ്ബിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവനെ അംഗീകരിക്കാതെ അവൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരും അവൻ കൽപ്പിച്ചതൊഴിക്കുന്നവരും അവൻ വിരോധിച്ചത് ചെയ്യുന്നവരും ഒക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അവർക്കെല്ലാം വെള്ളം കൊടുക്കുന്ന റബ്ബ്, അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, അവർക്കെല്ലാം ഓക്സിജൻ കൊടുക്കുന്ന റബ്ബ്, അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബ് ധിക്കാരികൾക്ക് കൊടുത്താലും അതേ വഴിപ്പെടുന്നവർക്ക് കൊടുത്താലും റബ്ബ് എപ്പോഴും സ്തുതിക്കപ്പെടുന്നവൻ തന്നെ. അർഹതയില്ലാത്തവർക്കും കൊടുത്താൽ കൊടുത്തവൻ സ്തുത്യർഹനല്ലേ. വഹുവൽ ഗനീ ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു ആരിലേക്കും ആവശ്യമില്ലാത്തവനാണ്, അവനെപ്പോഴും സ്തുതിക്കപ്പെടുന്നവനാണ്. റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം അല്ലാ. നിന്റെ കാരുണ്യം ചൊരിക്കണേ അല്ലാ.